ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ മുഹറമിൽ 9ഉം 10ഉം ആശൂറ താസുആ ആഘോഷവേളയിൽ ഇസ്ലാമിക സമൂഹം അനുസ്മരിക്കുന്ന ത്യാഗോജ്വലമായ ഒരു ചരിത്രമാണ് കർബലയിലെ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ധീര രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം. അതിൻ്റെ പേരിൽ വിലപിക്കുകയോ മാറത്തടിക്കുകയോ ചെയ്യുന്നത് കൊണ്ടൊന്നും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോ ഇസ്ലാമിക സമൂഹത്തിനോ യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. രാഷ്ട്രീയപരമായ പ്രതികൂല സാഹചര്യം ആ കാലഘട്ടത്തിൽ വല്ലാതെ വിഷമങ്ങൾ വിതച്ചു, ദുഃഖങ്ങൾ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഇന്ന് മറ്റ് സമൂഹങ്ങൾക്കിടയിൽ രക്തമൊലിപ്പിച്ച് മുറവിളി കൂട്ടി ബഹളം വെച്ച് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ സങ്കടവും നിസ്സഹായതയും പ്രകടിപ്പിക്കുന്ന രീതി അതൊരിക്കലും ഉചിതമല്ല. എന്നാൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, അഹ്ലുൽ ബൈത്തിനോടുള്ള നമ്മുടെ സ്നേഹ സമ്പർക്കവും പ്രതിജ്ഞതയും സമർപ്പണവും വർദ്ധിക്കണം, നിലനിർത്തണം. ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ ബാലൻസ് വളരെ കൃത്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഖാക്കൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ മുഴുവൻ ആദരിക്കാൻ, അവരിലെ എല്ലാവരെയും റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സത്യത്തെ അംഗീകരിക്കാൻ കഴിയണം. അതിലൊരു സ്വഹാബിയെ പോലും ഏതെങ്കിലും വിധത്തിൽ ചെറുതാക്കുന്ന കാഴ്ചപ്പാട് അഹ്ലു സുന്നയുടെ ദർശനത്തിലില്ല. എന്നാൽ അൽ അഇത്തുറ, ആലുൽ ബൈത്ത്, അൽ അഇമ്മ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുതാവഴിയിലെ സന്താന പരമ്പരകൾ, അവിടുത്തെ തിരു സ്വകാര്യങ്ങളെ ആവാഹിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് കാവൽ നൗകയായി, സംരക്ഷണത്തിന്റെ കപ്പലായി പഠിപ്പിച്ച ആലുൽ ബൈത്ത്, അവരോടുള്ള സ്നേഹവും വളരെ കൃത്യമായി ഭംഗിയായി നിലനിൽക്കണം. സ്വഹാബത്തിനെയും സ്നേഹിക്കുക, അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുക, ഇതാണ് അഹ്ലു സുന്നയുടെ ബാലൻസ്. എന്നാൽ ഒരു വിഭാഗം അൽ അഇമ്മത്ത് എന്ന അഹ്ലുൽ ബൈത്തിനെ വേണ്ടതുപോലെ പരിപാലിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. അവര് സ്വഹാബത്തിന്റെ കാര്യത്തിൽ വലിയ ആദരങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ സ്വഹാബത്തിനെ അവര് പഴിക്കുന്നു, ശപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അഹ്ലുൽ ബൈത്തിനെ, അഇമ്മത്തിനെ വല്ലാതെ വാനോളം പുകഴ്ത്തുന്നു. ഇത് രണ്ടുമല്ല സൂഫികളുടെ രീതി. അഹ്ലുൽ ബൈത്തിനെ, അഇമ്മത്തിനെ അവരുടെ ഈമാനികമായ ആർജവം, ആധ്യാത്മികമായ നായകത്വം അതെപ്പോഴും അംഗീകരിച്ചു കൊടുക്കുക. അവരാണ് ഈ ഉമ്മത്തിന്റെ ഇമാമുമാർ. എന്നാൽ സ്വഹാബത്ത് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈമാനോടുകൂടി നേർ സാക്ഷ്യം അനുഭവിച്ച മഹാത്മാക്കളാണ് അവരെല്ലാവരും. ഈ തത്വവും ബാലൻസും മനസ്സിലാക്കിയ ശേഷം വേണം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാൻ. മുഹറം 10 കർബലായിൽ അന്നു നടന്ന ധീരോജ്വലമായ രക്തസാക്ഷിത്വം, അതിന് രാഷ്ട്രീയ മാനങ്ങളോ അത്തരം ചരിത്രത്തിന്റെ വിശദീകരണമോ ഇപ്പോഴിവിടെ പറയുന്നില്ല. ഇന്ന് മുഹറമിന്റെ 9ഉം 10ഉം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അനുസ്മരിക്കാൻ മനസ്സ് തിടുക്കം കൂട്ടിയെന്ന് മാത്രം. അതിന് നാം ഇന്ന് തെരഞ്ഞെടുക്കുന്നത് മഹാനുഭാവനായ അഹ്ലുസുന്നയുടെ ഇമാമായ ദാർശനിക പ്രഭുവും മഹാകവിയുമായ അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഏതാനും വരികളാണ്. രാഷ്ട്രീയപരമായി പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അഹ്ലുൽ ബൈത്തിനെയും ഇമാം ഹുസൈനെയും പ്രകീർത്തിച്ച് വാനോളം പുകഴ്ത്തി
കവിതകൾ രചിച്ച് ഇസ്ലാമിക സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച വ്യക്തിത്വമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ വിപ്ലവ വീര്യം ഉയർത്തുന്ന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹാധരങ്ങളെ വാനോളം ഉയർത്തുന്ന വരികൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വരച്ചു. ഇന്നും നാം ആ ഒരു വഴിയിലാണ് ഉള്ളത്. ഇമാമുകളെ, അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുക, അതോടൊപ്പം സ്വഹാബത്തിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, അലാ മുബ്ലിഗുൻ അന്നിൽ ഹുസൈന റിസാലതൻ വഇൻ കരിഹത്ഹാ അൻഫുസുൻ വഖുലൂബു ദബീഹുൻ ബിലാ ജുർമിൻ കഅന്ന ഖമീസഹു സ്വബീഗുൻ ബിമാഇൽ ഉർജുവാനി ഖളീബു. എന്റെ ഈ ഒരു സ്നേഹ സന്ദേശത്തെ സയ്യിദുന ഇമാമുൽ ഹുസൈന് ആരാണ് പകർന്നു നൽകുക? നിങ്ങൾ ആരെങ്കിലും അതൊന്ന് എത്തിച്ചു കൊടുക്കുമോ? എനിക്കറിയാം ചില മനസ്സുകൾ, ചില ദുർമനസ്സുകൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ അവിടത്തോട് കാണിക്കുന്ന സ്നേഹ ആശംസകളും വെറുക്കുന്നവരുണ്ട്. എനിക്കതൊന്നും പ്രശ്നമില്ല. ആരൊക്കെ വെറുത്താലും ആരൊക്കെ എതിർത്താലും സയ്യിദുൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഐക്യദാർഢ്യം ഞാൻ ഇതാ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഇമാം ഷാഫിഈയുടെ വരികൾ വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. തസൽസലത്തിദ് ദുനിയ ലിആലി മുഹമ്മദിൻ വകാദത് ലഹും സുമ്മുൽ ജിബാലി തദൂബു. മുഹമ്മദീയ കുടുംബത്തിലെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അഹ്ലുൽ ബൈത്തിലെ പ്രിയപ്പെട്ട കുടുംബം ആലു മുഹമ്മദ് രക്തമൊലിച്ച് കർബലയിൽ നിഷ്ഠൂരമായി വധിക്കപ്പെടുന്ന ആ സന്ദർഭം പർവ്വത നിരകൾ പോലും കരിമ്പാറക്കെട്ടുകൾ പോലും ഉരുകിപ്പോയി ആ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ലോകം മുഴുവൻ കരയുകയാണ്. വഗാറത്ത് നുജൂമുൻ വഖശഅറത് കവാകിബുൻ വഹുത്തീക അസ്താറുൻ വശുഖ ജുയൂബു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ നയം ഈ കാലഘട്ടത്തിൽ നാം ഓർക്കണം. ഇമാം ഹുസൈനെയും അഹ്ലുൽ ബൈത്തിനെയും ഒന്ന് പുകഴ്ത്തുമ്പോഴേക്ക് സയ്യിദുൽ ഹസൻ, സയ്യിദുൽ ഹുസൈൻ, സയ്യിദുന ഫാത്തിമത്തു സഹ്റ, സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അവരെ ഒന്ന് പുകഴ്ത്തി അവർക്കൊരു ഫാത്തിഹ ഓതുമ്പോഴേക്ക് ഷിഈസം ആരോപിക്കപ്പെടുന്ന ഈ കാലത്ത് ഷിഈസം അതല്ല, സ്വഹാബത്തിനെ വെറുക്കുകയും ശപിക്കുകയും ചെയ്യുന്നവരാണ് അവർ. എന്നാൽ അഹ്ലുസുന്നയുടെയും സൂഫികളുടെയും വഴി അതല്ല. സ്വഹാബത്തിനെയും വാനോളം ഉയർത്തി ആദരിക്കുന്നു, അഹ്ലുൽ ബൈത്തിനെ, ഇമാം ഹുസൈനെ എല്ലാവരെയും സ്നേഹിക്കുന്നു. കർബലായിൽ നടന്ന ആ ധീര രക്തസാക്ഷിത്വത്തിൽ ഒരർത്ഥത്തിൽ ആധ്യാത്മികമായി വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു ഇമാം ഹുസൈൻ. അതുകൊണ്ട് തന്നെ ആ പരിപ്രേക്ഷ്യത്തിലൂടെ കാണുമ്പോൾ അഭിമാനകരമായ ധീരോജ്വലമായ രക്തസാക്ഷിത്വമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൊരു വല്ലാത്ത സത്യമാണ്. യുസല്ലാ അലൽ മബ്ഊസി മിൻ ആലി ഹാഷിമി വയുഗ്സാ ബനൂഹു ഇന്ന ദാല അജീബു. ലോകത്തിനാകമാനം നിയോഗിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്ന ഈ സമൂഹം, പക്ഷേ ഒരു വിഭാഗം ആളുകൾ, അക്രമികൾ, തോന്നിവാസികൾ, ബനൂ ഹാഷിമിൽപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട കുടുംബം, അവര് രക്തത്തിൽ കുളിക്കുന്ന സാഹചര്യത്തിലേക്ക് യുദ്ധം നടത്തുകയാണ്. വയുഗ്സാ ബനൂഹു ഇന്ന ദാല അജീബു. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തു സലാം വർദ്ധിപ്പിക്കുന്ന ഉമ്മത്ത്, അവരോടുള്ള മഹബത്തിന്റെ പേരിൽ സമർപ്പണത്തിന്റെ ഉത്തുംഗത പ്രാപിച്ച ഉമ്മത്ത്. എന്നിട്ടോ ചില ആളുകൾ, ചില കശ്മലന്മാര് ചെയ്യുന്നത് എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനെയും കുടുംബ പരമ്പരയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ്. വല്ലാത്ത കൗതുകമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ കിരാതന്മാരുടെ
ദുഷ്പ്രവർത്തനങ്ങളെ അതിശക്തമായി അപലപിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് ഇന്നും നമ്മുടെ ആദർശാണ്. ഇമാം ഹുസൈൻ തങ്ങളുടെ പേര്, അഹ്ലുൽ ബൈത്തിന്റെ പെരുമ പറയുമ്പോഴേക്ക് ഷിയാക്കളാണെന്നോ മറ്റെന്ത് ആരോപണം ആരൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നമ്മൾ ഗൗനിക്കുകയില്ല. കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായ ആലിമു ഖുറൈശിൻ എന്ന് റസൂലുള്ളാഹി പ്രവചിച്ച ഈ ഉമ്മത്തിന്റെ ഇമാമായ അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്നും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ബാലൻസ് തെറ്റാൻ പാടില്ല. സ്വഹാബത്തിൽപ്പെട്ട ഒരാളെ പോലും ചീത്ത വിളിക്കാനോ പറയാനോ എതിർക്കാനോ ശപിക്കാനോ അരുത്, പാടില്ല. നമ്മുടെ ഗുരുനാഥനൊക്കെ പറയാറുണ്ട്, യസീദ് എന്ന കിരാതനായ ഭരണാധികാരിയുടെ തോന്നിവാസങ്ങളിലാണ് കർബലയിൽ ദുരന്തമുണ്ടായത്. എന്നാൽ യസീദ് വലാ യസീദ്, യസീദിന്റെ മുകളിലേക്ക് അത് പോകാൻ വകുപ്പില്ല. മക്കളോ പേരമക്കളോ എന്തെങ്കിലും ദുഷ്ടത ചെയ്തു, യസീദും സിയാദും ഒക്കെ, അതിന്റെ പേരിൽ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഈ ഒരു കൃത്യമായ ബാലൻസിങ് നമുക്ക് അത്യാവശ്യമാണ് ഈ കാലത്ത് പ്രത്യേകിച്ച്. എന്നാൽ ഒരു വിഭാഗം ആളുകളോ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലുൽ ബൈത്തിനെയും അയിമ്മത്തിനെയും അംഗീകരിക്കാനോ പുകഴ്ത്താനോ ബഹുമാനിക്കാനോ തയ്യാറാകുന്നില്ല. അത് രണ്ടും ഒഴിവാക്കി കറാഹിയത്ത് നമുക്ക് വേണ്ട, മഹബത്ത് മാത്രം മതി. ഇമാമുന ശാഫിഈയുടെ വരി ഈ വിഷയത്തിൽ കൃത്യമായ അളവുകോലാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അന്ന് പാടുമ്പോഴും രാഷ്ട്രീയപരമായി ഇമാം ഷാഫിഈക്ക് ഈ വിഷയത്തിൽ എതിരാളികളുണ്ട്, ഭരണകൂടം പോലും. എന്നിട്ടും പറഞ്ഞത് എന്താണ്? മുഹമ്മദീയ കുടുംബത്തെ, ആ തിരുതാവഴിയെ ഹുബ്ബ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന പാപമെങ്കിൽ ഞാൻ ലോകമേ പ്രഖ്യാപിക്കുന്നു, ഈ പാപത്തിൽ നിന്ന്, ഈ തെറ്റിൽ നിന്ന് കൈ കഴുകാൻ, പശ്ചാത്തപിക്കാൻ ഞാൻ ആളല്ല, ഞാൻ തയ്യാറല്ല. ഇമാം ഹസൻ ഹുസൈൻ ഫാത്തിമത്തു സഹ്റ അലി റളിയല്ലാഹു അൻഹും അത് ആദരവായ റസൂലുള്ളാഹിയുടെ അരുമ മക്കളും കുടുംബവുമാണ്. അവരോടുള്ള ഹുബ്ബും ആദരവും ഉയർന്നതിന്റെ പേരിൽ വേറെന്തെങ്കിലും ആരോപണം ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നാവടങ്ങുകയില്ല. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മുടെ രോമാഞ്ചമാണ്, നമ്മുടെ ആദര കഥാപാത്രമാണ്, ഇമാമുൽ ലിൽ അഇമ്മത്താണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇമാം ഷാഫിഈ പറഞ്ഞ മറുപടിയേ ഉള്ളൂ, ലഇൻ കാന ദംബി ഹുബ്ബു അലി മുഹമ്മദിൻ ഫദാലിക ദംബുൻ ലസ്തു മിൻഹു അതൂബു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ സമതുലിതത്വമുള്ള നയം, അതാണ് ശരി. അവിടെയാണ് അഹ്ലുസ് സുന്ന നിലകൊള്ളുന്നത്. തുടർന്ന് ഇമാമുന ശാഫിഈ പറയുകയാണ്, ഹുമു ശുഫാഇ യൗമ ഹശ്രി വമൗഖിഫി ഇദാ മാ ബദത് ലിന്നാദിരീന ഖുതൂബു. പരലോകത്തെ ഭയാനകമായ നാളിൽ പ്രതിസന്ധികൾ വന്ന് കുന്നുകൂടി വിഷമിപ്പിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് അള്ളാഹുവിലേക്ക് ശഫാഅത്ത് നടത്തുവാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കുവാൻ എന്റെ ശുപാർശകരാണ് അവര്, അഹ്ലുൽ ബൈത്താണ് എന്റെ ശുഫാഅ, അവരെ കൊണ്ടാണ് എനിക്ക് ശഫാഅത്ത് കാംക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ മാതൃക. ആലുൻ നബിയ്യി ദരിഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം ഉതഗദൻ ബിയദിൽ യമീനി സഹീഫതി. ഹബീബ് റസൂലുള്ളാഹിയിലേക്കുള്ള എന്റെ വഴികാട്ടികളും എന്റെ ഇടയാളന്മാരും അഹ്ലുൽ ബൈത്താണ്, ആലുൽ ബൈത്താണ്, ഇമാം ഹുസൈനാണ്, ഇമാം ഹസനാണ്, ഫാത്തിമത്തു സഹ്റയാണ്. അവരാണ് എന്റെ അവലംബം, അവരാണ് എന്റെ കൈമുതൽ. അവരുടെ ശഫാഅത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് എന്ന് പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ
ഇന്ന് ഈ മുഹറമിന്റെ താസുആ ആശുറാഇന്റെ നല്ല ഓർമ്മകളിൽ നമുക്ക് മനസ്സുകൊണ്ട് അർപ്പിക്കാം. അവരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഫാത്തിഹകൾ സമർപ്പിക്കാം. എന്തുകൊണ്ട്? ഖുൽ യാ ഇമാമൻ ലിൽ അഇമ്മത്തി സയ്യിദ യാ മിൻഹത الزهراء والنبوية عقد الرجاء عليك يا ابن المصطفى يا صنو فيض النفحة الحسنية. ഇതാണ് നമ്മുടെ അവലംബം. നദ്റ വമദദ് യാ സയ്യിദന അൽ ഇമാം അൽ ഹുസൈൻ, നദ്റ വമദദ് യാ സയ്യിദന യാ റസൂലല്ലാഹ്.